കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന വയോധികന് തുണയായി സാമൂഹ്യ പ്രവർത്തകർ. 15 ദിവസമായി സ്റ്റേഷനിൽ കഴിഞ്ഞിരുന്ന 77കാരൻ മുസ്തഫയെ സ്മൈൽ പ്രോജക്ടിന്റെ ഭാഗമായി പാണ്ടിക്കാടുള്ള സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ 15 ദിവസമായി പാങ്ങ് സ്വദേശിയായ മുസ്തഫയ്ക്ക് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കേവലമൊരു കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നില്ല, മറിച്ച് നിസ്സഹായതയുടെയും പട്ടിണിയുടെയും ഇടമായിരുന്നു. സ്റ്റേഷനിലെ ശൗചാലയത്തിൽ ശുചീകരണ ജോലിയായിരുന്നു ഈ 77കാരൻ ചെയ്തിരുന്നത്. എന്നാൽ ശൗചാലയമടച്ചതോടെ ജോലി നഷ്ടപ്പെടുകയും ജീവിതം വലിയൊരു പ്രതിസന്ധിയിലാകുകയും ചെയ്തു. ഭക്ഷണത്തിന് പോലും പണം കണ്ടെത്താനാകാതെ മാനസികമായും ശാരീരികമായും തളർന്ന മുസ്തഫയുടെ ദുരിതാവസ്ഥ അഷ്കർ കൊളത്തോളാണ് സാമൂഹ്യ പ്രവർത്തകരായ റഫീഖ് മണിയുടെയും റഷീദ് കുറ്റിപ്പുറത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഇവർ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഷമീറുമായി ബന്ധപ്പെട്ടു. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്മൈൽ പ്രൊജക്ടിന്റെ ഭാഗമായി മുസ്തഫയെ പാണ്ടിക്കാട് പ്രവർത്തിക്കുന്ന സെൽവ ചൈൽഡ് കെയർ സെന്ററിലേക്ക് മാറ്റാൻ അനുമതി ലഭിച്ചു. സെന്റർ മാനേജർ നൌഫലിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരായ മൊയ്തീൻകുട്ടി, ഹനീൻ, സനിൽകുമാർ, ബാസിത്ത് എന്നിവർ കുറ്റിപ്പുറത്തെത്തി മുസ്തഫയെ ഏറ്റുവാങ്ങി. ഓട്ടോ ഡ്രൈവർ റഷീദ് വെള്ളാഞ്ചേരിയും ഈ നന്മയുടെ യാത്രയിൽ പങ്കാളിയായി. സമൂഹത്തിന്റെ കരുതലും 2 സാമൂഹ്യ പ്രവർത്തകരുടെ സന്ദർഭോചിതമായ ഇടപെടലും ഒരു വയോധികന്റെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയാണ് കുറ്റിപ്പുറം സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.